ഫ്രണ്ട്സ്, ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ISROയുടെ റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള VSSCയിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ ഇതിൻ്റെ PYQs അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡെമോ വീഡിയോ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലേക്ക് PYQs കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പറയാം. അതായത് നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും PYQs വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. കാരണം നമുക്ക് അതിൻ്റെ ആ ഒരു എക്സാമിൻ്റെ സ്കീം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുൻപ് ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടവരുണ്ടായിരിക്കാം, ഇനി കാണാത്തവരുണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഈ പറയുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ മതി, മറ്റേ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. ഓക്കെ, അവിടെ കാണാൻ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വേണം. VSSC 334 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ ഡേറ്റ് 31/5, അതായത് മെയ് 31 ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മെയ് 31 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ജൂൺ 2 മുതലാണ്. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ദിവസമാണ്. ജൂൺ 2 മുതൽ നിങ്ങൾക്ക് ജൂൺ 16 വരെയാണ് അപേക്ഷ നൽകാനുള്ള. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 16 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 2 ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 16/6/2025. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന 16/6/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അതായത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ടെക്നീഷ്യൻ B ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ പേ ലെവൽ കാണാം 21,700 മുതൽ 61,100 ആണ് ഇതിൻ്റെ പേ ലെവൽ വരുന്നത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് കോഡ് നമുക്കിവിടെ കാണാം 1531 പോസ്റ്റ് കോഡ് വരുന്നത്. ഡിസിപ്ലിൻ ഇവിടെ കാണാം. ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വാക്കൻസീസ് 20 വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ 9 വാക്കൻസി, OBC 6 വാക്കൻസി, SCക്ക് 4 വാക്കൻസി, EWS ഉണ്ട്. അപ്പോൾ ഫിറ്ററിൻ്റെ ഒക്കെ നമ്മുടെ കയ്യിൽ എന്താണ് അത്യാവശ്യം PYQs ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ള പറയട്ടോ. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ റിസർവ്ഡ് വാക്കൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ റിസർവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വാക്കൻസി ആയിട്ടുള്ള 9 വാക്കൻസിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 20 വാക്കൻസിയിൽ ഒരു വാക്കൻസി ഇവിടെ PWDക്ക് റിസർവ്ഡ് ആണ്. അതുപോലെ തന്നെ 2 വാക്കൻസി എക്സ് സർവീസ്മാനും റിസർവ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടെ കാണാം. VSSC ആണ് സെൻറ്റർ. ഏത് സെൻറ്ററിലാണെന്ന് വെച്ചാൽ VSSCയിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടെ കാണാം SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. ഫിറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ IT വേണം, അല്ലെങ്കിൽ NTC വേണം, അല്ലെങ്കിൽ NIC ആണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇത് ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, അപ്പോൾ ഫിറ്റർ ട്രേഡിൽ IT കഴിഞ്ഞവരാണെങ്കിലോ ഇനി നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ ഒന്നെങ്കിൽ IT അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ വെച്ച് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ റിക്വയർമെൻ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ റിക്വയർമെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓരോ ലെറ്ററും ലിഫ്റ്റിംഗ്, ലിഫ്റ്റിംഗ്, B എന്ന് പറഞ്ഞാൽ ബെൻഡിങ്. അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് സാധാരണ അതിൽ കൊടുത്തുന്നുള്ളൂ, ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൽ കൊടുത്തുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ അടുത്ത പോസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 11 വാക്കൻസിയാണ് ഇതിൽ ജനറലിൽ 4 വാക്കൻസി, OBCക്ക് 4 വാക്കൻസി, SCക്ക് 1, EWSന് 2 ഇങ്ങനെയാണ്. ഇതിൽ 11 ഒരു വാക്കൻസി ഇവിടെ PWDക്ക് അതുപോലെ തന്നെ എക്സ് സർവീസ്മാനും റിസർവ്ഡ് ആയിട്ടുള്ള വാക്കൻസിയാണ് കേട്ടോ. ഇത് VSSCയിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇതിൽ SSLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്തെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഡിസിപ്ലിൻ ഇവിടെ കാണാൻ 1533 ടേർണർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 6 വേക്കൻസിയാണ്. ജനറൽ 2, OBC 3, EWS 1 ഇങ്ങനെയാണ് വന്നിരുന്നത്. ഇതിൻ്റെയും പോസ്റ്റിംഗ് ലൊക്കേഷൻ VSSCയിൽ തന്നെ ആയിരിക്കും.
ഇതിൽ ഒരു വാക്കൻസി പറയുന്ന എക്സ് സർവീസ്മാൻ റിസർവ്ഡ് വാക്കൻസിയാണ്. 10ാം ക്ലാസ്സും ITM തന്നെയാണ് ഈ പറയുന്ന ടേണർ ട്രേഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മെഷീനിസ്റ്റ് ആണ്. 5 വാക്കൻസി വരുന്നുണ്ട്. ജനറൽ 3, OBC 1, SC 1 ഇങ്ങനെയാണ്. ഇതിൽ 5 വാക്കൻസിയിൽ ഒരു വാക്കൻസി എക്സ് സർവീസ്മാൻ ആണ്. ഇതിൽ VSSലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ മെഷീനിസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITO അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. 5 വാക്കൻസിയാണ്. ജനറൽ 3, OBC 1, ST 1. ഇതിൽ 5ൽ ഒരു വാക്കൻസി PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. VSSലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITO അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രോപ്ലേറ്റർ ആണ്. 3 വാക്കൻസിയാണ്. ജനറൽ 1, SC 1, EWS 1 ഇങ്ങനെയാണ്. VSSലായിരിക്കും പോസ്റ്റിംഗ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITA അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇലക്ട്രോപ്ലേറ്റർ ട്രേഡിൽ എനിക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇതൊക്കെ പോസ്റ്റ് കോഡ് ഇവിടെ നോക്കണുണ്ടോ നിങ്ങൾ. ഇനി അടുത്ത വെൽഡർ ആണ്. 2 വാക്കൻസി, 2ഉം ജനറലാണ്. ഈ ജനറൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഏത് കാറ്റഗറി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ. ഇപ്പോൾ നമുക്കിവിടെ റിസർവ്ഡ് വാക്കൻസി ഇല്ലാച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല. ജനറൽ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കാറ്റഗറിയാണ് കേട്ടോ. അതിൽ നമുക്ക് ഇന്ന റിസർവ്ഡ് വാക്കൻസി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് കാറ്റഗറിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം അവിടെ ഒരു റിസർവേഷൻ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള റിസർവ്ഡ് വാക്കൻസിൻ്റെ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും. കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് VSSലാണ് 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ വെൽഡർ ട്രേഡിൽ IT അല്ലെങ്കിൽ NSC അല്ലെങ്കിൽ ഈ പറയുന്ന NDC പാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി MR and AC ആണ്. ഒരു വാക്കൻസിയാണ്. ഇത് OBC റിസർവ്ഡ് വാക്കൻസിന്. OBC കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. OBC NCL കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. VSSലാണ് പോസ്റ്റിംഗ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഈ പറയുന്ന മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡിൽ IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അതല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ഉണ്ട്. ഒരു വാക്കൻസിയാണ്. ജനറലാണ് വിളിച്ചിരിക്കുന്നത്. VSSലാണ് അതിൻ്റെ പോസ്റ്റിംഗ് ലഭിക്കുക. 10ാം ക്ലാസ് ആണ് യോഗ്യത. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ട്രേഡിൽ നിങ്ങൾ IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇതിലേതെങ്കിലും ഒന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത ഫോട്ടോഗ്രാഫിയാണ്. ഒരു വാക്കൻസിയാണ്. ജനറലാണ്. ആർക്കും അപ്ലൈ ചെയ്യാം. VSSയിൽ തന്നെയാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ട്രേഡിൽ ITO അല്ലെങ്കിൽ NTCയോ അതല്ലെങ്കിൽ NACയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി കാർപ്പൻ്റർ ആണ്. ഒരു വാക്കൻസി. ജനറലാണ്. ഇതിൽ VSSലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. കാർപ്പൻ്റർ ട്രേഡിൽ നിങ്ങൾ ITO അല്ലെങ്കിൽ NTCയോ അല്ലെങ്കിൽ NACയോ ഇത് ഏതെങ്കിലും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് ഇവിടെ ഡ്രാഫ്റ്റ്മാൻ B ആണ്. ഇവിടെ 21,700 മുതൽ 69,100 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. 7 വാക്കൻസി ഇതിലുണ്ട്. അതിൽ ജനറൽ 3, OBC 2, SC 1, EWS 1 ആണ്. ഒരു വാക്കൻസി എക്സ് സർവീസ്മാൻ റിസർവ്ഡ് ആണ്. VSSലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡിൽ നിങ്ങൾക്ക് ITO അല്ലെങ്കിൽ NAC അല്ലെങ്കിൽ NTC ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഫാർമസിസ്റ്റ് A ആണ്. പേ ലെവൽ 29,200 മുതൽ 92,300 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് A ആണ് വിളിച്ചിരിക്കുന്നത്. ഒരു വാക്കൻസിയാണ്. ജനറലാണ് വിളിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. VSSയിൽ തന്നെയാണ് പോസ്റ്റിംഗ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫാർമസിയിലുള്ള ഫുൾ ടൈം ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാർമസിയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിരിക്കുക അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ നമുക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിസിക്കൽ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ നമുക്ക് മിനിമം വേണ്ട, അതായത് നമുക്ക് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ട മിനിമം ആവശ്യമുള്ള റിക്വയർമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് ശാരീരിക പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അങ്ങനെ ശാരീരിക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ചെക്ക് ചെയ്താൽ മതി, അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങളെന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ജനറൽ കണ്ടീഷൻസും ഇൻസ്ട്രക്ഷനൊക്കെയാണ്. അപ്പോൾ ഇവിടെ പലർക്കും ഇപ്പം നമ്മൾ കമൻറ്റിൽ കണ്ടു അതായത് ഇത് ടെമ്പററി പോസ്റ്റ് അല്ലേ എന്നുള്ളൊരു ഡൗട്ടാണ് ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടെമ്പററി പോസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ടെമ്പററി പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ കാണാം ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നുള്ളത്. സാധാരണ നമുക്ക് കരാർ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റ് ഉണ്ട്. ആ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റ് അല്ല ഇത്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനിലൊക്കെ ഇത് കാണാറുണ്ട്. പക്ഷെ അത് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് വിളിക്കാറ്. കാരണം ഇനീഷ്യലി നമുക്ക് ഈ പറയുന്ന പ്രൊബേഷൻ പീരീഡ് അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അതിലങ്ങനെ തുടർന്ന് വരുന്നോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇതിൽ തന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പോളിസി പ്രകാരം അതായത് നമുക്ക് നല്ല രീതിയിലുള്ള, അതായത് നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മെറിറ്റ് പ്രൊമോഷൻ സ്കീം അവിടെ ഉണ്ട്. നമ്മുടെ ഈ ISROയുടെ ഇത്തരം ഓർഗനൈസേഷനിലൊക്കെ നല്ല രീതിയിലുള്ള മെറിറ്റ് പ്രൊമോഷൻ സ്കീമുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി ഉയർന്ന പോസ്റ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
ഇത് ടെമ്പററി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ടെമ്പററി അല്ല, അതായത് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അവിടെ പേ ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുന്നുണ്ട്. കൂടെ കാണാൻ ട്രാൻസ്പോർട്ട് അലവൻസ്, അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഹൗസിംഗ് അക്കോമഡേഷൻ, മെഡിക്കൽ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ നമുക്ക് സാലറിക്ക് പുറമേ ഉള്ളതാണ്. അപ്പോൾ സാധാരണ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന ഒട്ടനവധി അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെമ്പററി ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കയറി ഉയർന്ന തസ്തിയിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്നീഷ്യൻ ബിയിൽ നിന്നും നിങ്ങൾക്ക് ഇതാ ടെക്നീഷ്യൻ ഡി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ടെക്നീഷ്യൻ എഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയിട്ട് നിങ്ങൾക്ക് എന്താണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ആകാനുള്ള പോസിബിലിറ്റി ഉള്ള, അതായത് ഓരോ നിശ്ചിത ഇയറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ആകാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റിനാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം കണ്ട് മാത്രം നിങ്ങൾ എന്താണ് നെഗറ്റീവായി ചിന്തിച്ച് അതിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം അടുത്ത മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന 16/6/2025 എന്ന് പറയുന്ന ഡേറ്റാണ് അതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ്. ആ ഡേറ്റിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അതെല്ലാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ പേ സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് പോസ്റ്റ് കോഡ് വൈസായിട്ടാണ് 1531 മുതൽ 1541 വരെയുള്ള പോസ്റ്റ്. അതായത് ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 30,000 പെർ മന്താണ് അപ്രോക്സിമേറ്റ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ പേ സ്കെയിൽ നമ്മൾ മുകളിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ 1542 ഡ്രാഫ്റ്റ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സെയിം എമൗണ്ട് ആണ്. ഫാർമസിസ്റ്റ് ആകുമ്പോൾ 50,000 പെർ മന്ത് എന്നുള്ളത് കിട്ടും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 16/6/2025 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 18 to 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC SC/ST റിസർവ് വാക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് OBC ആണെങ്കിൽ 38 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ അവർക്ക് എന്താണ് 35 വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് എന്ത് ചെയ്യും ഏജ് റിലാക്സേഷൻ കിട്ടും. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും 10 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാൻ ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ഈ പറയുന്ന എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പോളിസി പ്രകാരം നല്ല രീതിയിലുള്ള എന്താണ് നിങ്ങൾക്ക് കഴിവുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു എന്താണ് സ്ഥാനക്കയറ്റത്തിനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. മെറിറ്റ് പ്രൊമോഷൻ സ്കീം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് വാക്കൻസി ഇതൊന്നല്ല, നമുക്ക് നല്ല പെർഫോമർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള പോസ്റ്റിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. സാലറിക്ക് പുറമെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതുപോലെ സെൽഫ് ആൻഡ് ഡിപ്പെൻഡൻസ് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും, TA ഉണ്ടാവും, സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഹൗസിംഗ് അക്കോമഡേഷൻ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റാഫിന് കിട്ടുന്ന ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ലഭിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൂടെ കാണാം ഈ പറയുന്ന നിലവിലെ വാക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ VSSC തിരുവനന്തപുരമാണ്. പിന്നെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ഏത് യൂണിറ്റിലും ഇതിൻ്റെ ISROൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള വിവിധ യൂണിറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. റിട്ടൺ ടെസ്റ്റിൻ്റെ സ്കീം കൂടെ പറഞ്ഞുതരാം. 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് PYQs എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PYQs നോക്കലാണ്. അപ്പോൾ അത് PYQs എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണ്. 1 മാർക്ക് ആയിരിക്കും കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.33 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിൽ കൂടുതൽ മാർക്ക് വേണമെന്നില്ല. അപ്പോൾ ജനറൽ ആണെങ്കിൽ ഒരു 150 മാർക്ക് വാങ്ങിയാൽ മതി. ദെൻ മറ്റ് റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 140 മാർക്ക് വാങ്ങാമെന്നുള്ളൂ. അതിൽ കൂടുതൽ വാങ്ങിക്കണമെന്നില്ല. ജസ്റ്റ് അതിൽ ആ റേഞ്ചിൽ മാർക്ക് വാങ്ങിയാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ആണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപ അടയ്ക്കണം. അതായത് SC/ST OBC അതുപോലെ PWD ഏത് കാറ്റഗറി, ജനറൽ കാറ്റഗറി, മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം 500 രൂപ അടിക്കണം. ഈ 500 രൂപ നമ്മൾ എല്ലാവരും ഒരേപോലെ അടയ്ക്കേണ്ട എമൗണ്ടാണ്. പക്ഷേ ഇതിൽ റീഫണ്ട് ചെയ്യും. ഈ എമൗണ്ട് ആർക്കൊക്കെയാണ് റീഫണ്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് ഫീമെയിൽ, SC/ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഇവർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ഫുൾ എമൗണ്ട് അവരെന്ത് ചെയ്യും റീഫണ്ട് നൽകും. 500 എന്നുള്ളത് 500 റീഫണ്ട് നൽകും. എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 400 രൂപയാണ് എന്ത് ചെയ്യുക. ജനറൽ അതുപോലെ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 400 രൂപയാണ് റീഫണ്ട് ലഭിക്കുക. 100 രൂപ അവിടെ പിടിക്കും.
എന്നാൽ ഞാനീ പറഞ്ഞ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് ഫീമെയിലൊക്കെ ഏത് കാറ്റഗറി ആണെങ്കിലും ഇനി PWD എക്സ് സർവീസ്മാൻ ഇവർക്കൊക്കെ എന്താണ് 500 രൂപയും റീഫണ്ട് ലഭിക്കും. എക്സാം എഴുതണം, എക്സാം എഴുതിയിട്ടില്ലേ റീഫണ്ട് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് സെൻറ്ററുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എറണാകുളം ഉണ്ട്, കേരളത്തിൽ കോഴിക്കോട് ഉണ്ട്, പിന്നെ നമുക്ക് തിരുവനന്തപുരം 3 സെൻറ്ററുകളാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് മറ്റു തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മധുരൈ, ചെന്നൈ ഒക്കെയാണുള്ളത്. പിന്നെ കർണാടക ആണെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റർ ചോയ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് PYQs ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ഈ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തന്നാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുക. നമ്മുടെ വെബ്സൈറ്റ് ആണ് GOC എജുലാൻഡിൻ്റെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിൽ ആവശ്യമുള്ള ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജിൽ വന്നാൽ നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. പ്രൈവറ്റ് ജോബ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ മന്ത് വൈസ് ജോബ് അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സ്, അങ്ങനെ പല പല കാറ്റഗറി. അപ്പോൾ അതിൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേരള ജോബ്സിലുള്ളത് ISRO ലേറ്റസ്റ്റ് ജോബ്സിലെല്ലാം ഉണ്ട്. ISRO VSSC റിക്രൂട്ട്മെൻറ്റ് 64 ടെക്നീഷ്യൻ ആൻഡ് അതർ പോസ്റ്റ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണാം, ജൂൺ 16 വരെ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതിവിടെ കണ്ടില്ല, ഇവിടെ താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ വേറെ പോസ്റ്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പറ്റും. ഇനി അതല്ല ഇവിടെ ജസ്റ്റ് അടിച്ചെടുത്താൽ മതി, ISRO എന്നുള്ള അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നോക്കിയാൽ മതി, നിങ്ങൾ ടൈറ്റിൽ നോക്കിയാൽ മതി ISRO VSSC റിക്രൂട്ട്മെൻറ്റ് 2025 64 ടെക്നീഷ്യൻ എന്നുള്ളതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ആക്കുമ്പോൾ പോസ്റ്റോട് ഓപ്പൺ ആകും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരോടും ഞാൻ ഫോളോ ചെയ്യാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് സ്റ്റോറി ഒക്കെ ഇടാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു യൂട്യൂബിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ കുറേ അതിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യാനൊക്കെ കുറേ ടൈമുണ്ട്. ഇൻസ്റ്റയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റയിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനൽ ഉണ്ട്, ഇതിൽ രണ്ടിലും ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ, അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ കറക്റ്റായിട്ട് സ്റ്റോറി ഇട്ടിട്ട് നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നിങ്ങളുടെ ടാബിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇതാ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രിൻറ്റബിൾ അല്ല, അതായത് നമുക്ക് PDF ഫോർമാറ്റിലല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പോൾ കാണിച്ച രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുൻപ്, ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ഈ പറയുന്ന PYQs കിട്ടാൻ നിങ്ങൾ എന്ത് വെച്ചാൽ ഇവിടെ കാണാം വെബ്സൈറ്റ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇല്ലേ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് നിങ്ങളിതാ GOC എജുലാൻഡ് എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംഭവമുള്ള കാര്യങ്ങളൊന്നുമല്ല, ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുള്ളൂ. അത് വലിയൊരു രീതിയിലേക്ക് അത് മാറ്റണമെന്നുള്ള രീതിയിൽ തുടങ്ങി തന്നെയാണ്. അതിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിതിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ഒക്കെ പോസിറ്റീവായുള്ള ഒരു റിവ്യൂസൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ല പോസിറ്റീവ് റിവ്യൂസൊക്കെ കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന PYQs ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടെ വെബ്സൈറ്റ് എന്നാണ്, ഇവിടെ വെബ്സൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ഓപ്പൺ ആക്കാം, അതിൽ ക്ലിക്ക് ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാ പേജ് ഇങ്ങനെ ലോഡായി വരും. അപ്പോൾ നമ്മളിത് ഫീച്ചേർഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഇവിടെ കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതാ മൈ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കാണാം, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇതിൽ നമ്മളെല്ലാ പോസ്റ്റും നമ്മളിതിൽ വരുന്ന എല്ലാം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ISROയുടെ വിവിധ, അതായത് ഇതിൽ ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ B, അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് താഴോട്ട് ഇതൊക്കെ PYQs ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് കേട്ടോ. ആൻസർ ക്യൂം PYQs ആണ്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അത് അങ്ങനെ ഉള്ളവർ ടെക്നീഷ്യൻ B കേട്ടോ, അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെക്നീഷ്യൻ B എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി ഡ്രാഫ്റ്റ്മാൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQs കറക്റ്റ് സോർട്ട് ചെയ്ത് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആക്കാം, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ പേജിലേക്കാണ് വന്നത്. നിങ്ങളുടെ കാണാം VSSC 334 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 31/5/2025. ഓക്കെ, ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം നിങ്ങൾക്ക്. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അങ്ങനെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും
കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിൽ ആ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. റീസെൻ്റ് ആയുള്ള പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, സിഗ്നേച്ചറും. അതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. 30 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം കേട്ടോ. 30 KB ഉള്ളിലുള്ളതായിരിക്കണം. ഡയമെൻഷൻസ് 150x200 ആയിരിക്കണം. വിഡ്ത്ത് 150, 200 ഹൈറ്റ്. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 30 KB കൂടാൻ പാടില്ല. ഡയമെൻഷൻ 150x50 എന്നുള്ള ലെവലിലായിരിക്കണം ഡയമെൻഷൻസ്. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾ സോഫ്റ്റ് കോപ്പിയൊക്കെ റെഡി ആക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ടൈപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളിവിടെ നിങ്ങളുടെ പ്രോപ്പറായിട്ട് പേര് കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കുക ജസ്റ്റ് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഇവിടെ പോസ്റ്റ് നമ്മൾ ഏതിലാണ് ടെക്നീഷ്യൻ ബി ഫിറ്റർ ആണോ ഇത് ഏതാണ്? ഞാനിപ്പോൾ ഇവിടെ ടെക്നീഷ്യൻ ബി ഫിറ്റർ ആണ് എടുക്കുന്നത്. ഇനി ഫാർമസിസ്റ്റോ ഡ്രാഫ്റ്റ്മാനോ ഏതാഴ്ച നിങ്ങൾ അനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൂടെ കൊടുക്കണം. അതിനുശേഷം ഇത് അവിടെ ക്യാപ്ച കോഡ് ഉണ്ട്. ഈ ക്യാപ്ച കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിത് ക്യാപ്ച കോഡ് അടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു, മെയിൽ ID കൊടുത്തു, ക്യാപ്ച കോഡ് അടിച്ചു, കൂടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ വേറെ എവിടെയും പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സോറി, നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് നമ്പറാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോയുടെയും താഴെ ഉണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ സബ്മിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് കൊടുക്കണം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഓക്കെ, നമുക്കൊരു ഇമെയിൽ ഫ്യൂ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ മെയിൽ ID താൻ കൊടുത്തത് അതിലേക്കൊരു മെയിൽ വരുമെന്നാണ് അവർ പറയുന്നത്. അതിലെന്തുണ്ടാകും, ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ അപേക്ഷ നമ്മൾ ജസ്റ്റ് ആ ലിങ്ക് ത്രൂ ആണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. അത് നമ്മളത് വെരിഫൈ ചെയ്യാണ് ശരിക്കും നടക്കുന്നത്. ഇനി മെയിൽ നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങളുടെ ഇൻബോക്സിൽ മെയിൽ വന്നതായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബൾക്ക് മെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. മെയിൽ അതായത് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആക്കിയാൽ അതിലൊരു സ്പാം ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ആ ഒരു ഫോൾഡർ ഉണ്ടാവും. സ്പാമിൽ ചിലപ്പം വന്ന് കിടക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് അതിലേക്ക് പോകാം. ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ആക്കുകയാണ്. അത് നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. മെയിൽ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതാ അഡ്വർടൈസിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം VSSC റിക്രൂട്ട്മെൻറ്റ്. ഇതാണ് മെയിൽ. ജസ്റ്റ് ഓപ്പൺ ആക്കുക നമ്മൾ. ഓക്കെ, ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണാം നിങ്ങൾക്ക് HTTPS എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, VSSC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം കേട്ടോ. ഈ ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റിന് അവിടെ വന്നിരിക്കുന്നത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ഇവിടെ കൺഫേം എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ കൺഫേം എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇനി എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു വാർണിംഗ് ഉണ്ട്. അതായത് ഇംപ്രോപ്പർ ഫോട്ടോ അല്ലെങ്കിൽ സൈനൊക്കെ ആണെങ്കിൽ നമ്മൾ അപേക്ഷ റിജക്റ്റ് ആയിട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോയും സൈനൊക്കെ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യട്ടോ, പ്രത്യേകം മറക്കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ റീസൈസ് ചെയ്യാനുള്ള ഒരു എന്താണ് ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണിക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതാ പെയിൻറ്റ് യൂസ് ചെയ്തമാതിരി നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി അതല്ല നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഇതാ ഈസി ടൂൾ ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിലുണ്ടല്ലോ. അതായത് ജസ്റ്റ് അതിൻ്റെ ഹോം പേജ് ഉണ്ടല്ലോ വെബ്സൈറ്റിൻ്റെ, നമ്മുടെ ഹോം പേജിൽ ഇത് അവിടെ ഈസി ടൂൾ ഉണ്ട്. ഇതിൽ നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഉറപ്പ് വരുത്തണം അത് ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം, നമ്മുടെ മെയിൽ ID ഇവിടെ കാണാം. അപ്പോൾ ഫോട്ടോ ഇവിടെ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെ റീസൈസ് ചെയ്യാന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അറിയുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഞാനിതിൽ വേറൊരു ഫോട്ടോ ഇതിൽ ഇട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവിടെ ഈസി ടൂൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾ ഓപ്പൺ ആക്കാം. ഇതിലിതാ ഫോട്ടോ എഡിറ്റർ എന്നാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ ഫോട്ടോ എഡിറ്റർ ഓൾഡ് എന്നുള്ളത് നോക്കുക. അതാ ഫോട്ടോ എഡിറ്റർ ഓൾഡ്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടതിന്. ഓക്കെ, മറ്റേതും യൂസ് ചെയ്യാൻ, മറ്റേ ക്രോപ്പ് ചെയ്യാനോ അങ്ങനെയുള്ളതിനൊക്കെയാണ്. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വന്ന് ഇവിടെ കാണാം ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ സെലക്ട് ഫയൽ കൊടുക്കാം. സെലക്ട് ഫയൽ എന്ന് കൊടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഫയൽ ആഡ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇതാണ് എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഡയമെൻഷൻസിലേക്ക് കൊണ്ടുവരണം. ആ ഡയമെൻഷൻ എത്രയാണെന്ന് വിചാരിച്ചാൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടത് 150x200, 30 കൂടാനും പറ്റില്ല. ഓക്കെ, 150x200. നമ്മളിവിടെ എന്ത് ചെയ്യുക, വിടുത്ത് 150. അത് നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ മാറുന്നത് കാണാം, അതിൻ്റെ ഡയമെൻഷൻ മാറുന്നത് കാണാം. ഇവിടെ 200 ആക്കാം. ഓക്കെ, അങ്ങനെ 200. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഡയമെൻഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ 30 KB കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 30 എന്ന് കൊടുക്കാം. മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് എത്രയാണോ വേണ്ട അത് അവിടെ കൊടുക്കാം. ഇനി DPI വേണമെങ്കിൽ നമുക്കൊരു 100 ആക്കാം. DPI എന്ന് പറഞ്ഞാൽ അതിൻ്റെ .per-inch എന്ന് പറയും. കുറച്ചും കൂടെ ക്ലാരിറ്റി ഒക്കെ കൂട്ടാനും അതിൻ്റെ ഇതൊക്കെ സൈസ് ഒന്ന് വർദ്ധിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ ഡൗൺലോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 18 KB ആണ് നമുക്ക് ഫയൽ സൈസ് ഇതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉയർന്ന ഫയൽ സൈസ് ഉള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കുന്ന ആ ഒരു നമ്പർ ഉണ്ടല്ലോ,
അത് നിങ്ങൾക്ക് ലോജിക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. DPI ഒക്കെ മാറ്റുമ്പോൾ അതിൽ ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫോട്ടോ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. യെസ്, ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാം. ഡൗൺലോഡ് റീസൈസ്ഡ് ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സിഗ്നേച്ചറാണ്. ഇതുപോലെ നിങ്ങൾക്ക് സിഗ്നേച്ചർ എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാം. 150x50 നമ്മൾ കൊണ്ടുവരണം. അതിൻ്റെ ഡയമെൻഷന് 150x50 ആണ്. നമ്മളിതുപോലെ തന്നെ നമ്മളിവിടെ പോവാം. ഇവിടെ സെലക്ട് ഫയൽ വീണ്ടും സെലക്ട് ചെയ്യാം. നമ്മളൊരു സിഗ്നേച്ചർ ഇവിടെ നിന്ന് എടുക്കാം. വെറുതെ ഒരു സിഗ്നേച്ചർ നമ്മളിവിടെ നിന്ന് എടുക്കുന്നു. 150x50 ആണ്. ഹൈറ്റ് 50 മതി. ഓക്കെ, അപ്പോൾ 30 ഫയൽ സൈസ് വേണ്ടത്. അത് ഡൗൺലോഡ് കൊടുക്കാം. നമുക്ക് 4.1 KB ആണ് അതിൽ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന സിഗ്നേച്ചറൊക്കെ ജസ്റ്റ് സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അത്ര ക്ലിയർ ഒന്നുമില്ല. നിങ്ങളെടുത്ത് കറക്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറച്ചും കൂടെ ക്രോപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഇപ്പോൾ ഞാൻ സിഗ്നേച്ചർ ഇവിടെ സെൻറ്ററിലായിട്ടത് ഇങ്ങനെ അല്ല നമ്മൾ ഇടേണ്ടത്. ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുഴുവനായിട്ട് ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, നമ്മളതിൻ്റെ ആ ഒരു നമ്മൾ എന്നിട്ട് ഈ പറയുന്ന ലൈന് കണക്കാക്കി നമ്മളത് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു 80% നമ്മളെ സൈന് കാണണം. ഓക്കെ, അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ട് വിചാരിക്കുന്നു. നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് എന്താണ് ഒരു ഈ പറയുന്ന 150:50 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക ചെറിയ. എന്നിട്ട് അതിൽ നമ്മൾ കംപ്ലീറ്റ് അതിലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം സിഗ്നേച്ചർ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പോയി യെസ്, ഇവിടെ കാണാം. ഇത് കുറച്ച് സെൻറ്ററിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ ക്രോപ്പിംഗ് ചെയ്യാനുണ്ട് എന്നുള്ള പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് വിചാരിച്ച് നിങ്ങൾ ഇതേപോലെ തെറ്റായിട്ട് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പം ഞാനതാണ് അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു ബോക്സ് വരയ്ക്കുക. അതായത് ഹൈറ്റ് കുറവും കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള രീതിയിൽ 150:50 എന്നുള്ള റേഷ്യോയിൽ കണക്കാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. പുറത്തൊന്നും പോയത്. എന്നിട്ട് ആ ബോക്സ് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൂളൊക്കെ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ക്രോപ്പുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈലിൽ അങ്ങനെ എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു സൈൻ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ കറക്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഈ 2 ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അതിലേക്ക്, അതായത് ഫോട്ടോ ആണെങ്കിൽ സിഗ്നേച്ചറാണ്, ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇനി ഇവിടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു എന്താണ് റെഡ് ബട്ടൺ കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സിസ്റ്റം അത് എടുത്തെന്ന് വിചാരിച്ചാൽ അത് ഓക്കെ ആണെന്നില്ല. നിങ്ങളുടെ ഫേസൊക്കെ ബ്ലറാക്കാൻ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിമാണ് കേട്ടോ. ഓക്കെ, ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ അടക്കമാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാദറിൻ്റെ പേരോട് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളോട് എന്ത് ചെയ്യുക, കലണ്ടർ ഉണ്ട്, അത് എടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് ചോദിക്കേണ്ടത്, അത് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ. പിന്നെ വിഡോസ് ഡിവോഴ്സിലുള്ള വനിതകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യെസ് കൊടുക്കുക അവിടെ. അപ്പോൾ ഞാൻ സൂം ചെയ്ത സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസമാണ്, അതുകൊണ്ടാണ് സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം റിസർവേഷൻ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ജനറലാണ്. നിങ്ങൾ SC/ST OBC EWS ഒക്കെ അനുസരിച്ച് കൊടുക്കണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ PWD ആണെങ്കിൽ അതിലേത് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കാം, നമ്മളിവിടെ നോ കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിലവിലെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവിടെ യെസ് കൊടുക്കാം, നമ്മൾ നോ കൊടുത്താൽ മതി. പിന്നെ സ്പോർട്സ് പേഴ്സൺ, മെറിറ്ററി സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്തായാലും യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസിലേക്കാണ്. കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് അഡ്രസ്സ്, ഈ കോറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണെന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ദെൻ പിൻകോഡ് സാധ്യത നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. അത് സെലക്ട് സ്റ്റേറ്റ് ഏതാച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. ദെൻ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിന് മുന്നായിട്ട് ഒരു കാര്യം പാടുണ്ട്, ഇവിടെ മറിഞ്ഞിരിക്കുകയാണ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ കോഴിക്കോടാണെങ്കിൽ ഞാൻ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുള്ള ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ നിങ്ങളുടെ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡ് കൊടുത്ത അഡ്രസ്സ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇവിടെ കോപ്പി ആയിക്കോളൂ കേട്ടോ. എന്നാൽ അവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇനി ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഇവിടെ എക്സാം നെയിമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എക്സാം നെയിം എന്നുള്ളത് നിങ്ങൾ 10th എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ പറയുന്ന SSC SSLC എന്നുള്ളത് നമുക്കിവിടെ SSLC കൊടുക്കാം. ഓക്കെ, ഇപ്പം ഈ ആർമി അല്ലെങ്കിൽ നേവി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ SSLC എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം ഇയർ ഓഫ് പാസിങ്. ഇയർ ഓഫ് പാസിങ് നമ്മൾ പാസ് ഔട്ട് ആയ വർഷമാണ് ചോദിക്കുന്നത്. SSLC പാസ് ഔട്ട് ആയ വർഷം. ഓക്കെ, അത് നിങ്ങൾ എന്നാഴ്ച നിങ്ങൾ അനുസരിച്ചിട്ട് കൊടുക്കാം. നമ്മളത് കൊടുത്തു. ദെൻ ബോർഡ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റേറ്റ് ബോർഡാണ്. ഇപ്പോൾ കേരള SSLC ആണെങ്കിൽ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡാണ്. അവിടെ സ്റ്റേറ്റ് ബോർഡ് എന്നുള്ള സെലക്ട് ചെയ്യേണ്ടത്. ഈ CBSE ആണെങ്കിൽ CBSE, ICSE ആണെങ്കിൽ ICSE. അപ്പോൾ CBSE ഒക്കെ കഴിഞ്ഞവർ ഇവിടെ 10th എന്നുള്ളത് കൊടുത്താൽ മതി കേട്ടോ. ഇനി SSC കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡാണ് നിങ്ങൾ SSLC എന്നുള്ളത് കൊണ്ട് SSLC എന്നുള്ളത് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റേറ്റ് ബോർഡ് എന്നുള്ള സെലക്ട് ചെയ്യുക. മറ്റു ഏതെങ്കിലും ബോർഡാണെങ്കിൽ അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യണം. ഇതിലൊന്നും ലിസ്റ്റ് ചെയ്യാത്താണെങ്കിൽ അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ബോർഡ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA ആണ്. അപ്പോൾ SSLCയിൽ നമുക്ക് CGPA ആയിട്ട് കാണാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഏകദേശം അറിയാലോ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 58% 58% എന്നുള്ളത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് SSLC പെർസെൻറ്റേജ് അറിയാൻ തന്നെ നമ്മുടെ ഈസി ടൂൾ, നമ്മൾ ഫോട്ടോ എഡിറ്റർ എടുത്തില്ല, അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൂളുണ്ട്. ആ ടൂളിൽ അത്ര അക്യുറേറ്റ് അല്ല. ഇവിടെ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാമെന്നുള്ളതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അവിടെ പെർസെൻറ്റേജ് അവിടെ ഇട്ട് കൊടുത്താൽ മതി. അതിനനുസരിച്ച് അവിടെ പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. IT ആണോ, NTC ആണോ, NAC ആണോ, ഏതാഴ്ച നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ IT ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡിസിപ്ലിൻ ഫിറ്ററാണ്. ഇപ്പോൾ ഞാൻ ഫിറ്റർ എടുത്തുകൊണ്ട് എനിക്കിതിലേക്ക് ഫിറ്ററാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫിറ്റർ അല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അതർ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് അത് ഏതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ രണ്ടാമത്തെ കോളത്തിലൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫിറ്റർ എന്നുള്ള ഫിറ്റർ തന്നെ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണ് ആ കോഴ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ITI ഇൻ ഫിറ്റർ ട്രേഡ്. അങ്ങനെ തന്നെ ആണ് കൊടുത്തെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതല്ല വേറെ എന്തെങ്കിലും കോഴ്സിന് പേരുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കണം കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ITI ഇൻ ഫിറ്റർ എന്നുള്ള രീതിയിൽ, ഫിറ്റർ ട്രേഡ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ കോഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് അതുപോലെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസിങ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിനുശേഷം ബോർഡ് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം നമ്മൾ. അതിനുശേഷം ഇപ്പം നമ്മൾ കേരള അല്ലെങ്കിൽ മറ്റ് അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇതവിടെ കാണാം. ഓക്കെ, അതർ ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബോർഡ് ഏതാണ് അല്ലെങ്കിൽ അതിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് സെലക്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ CGPA. എങ്ങനെയാണ് നിങ്ങൾക്ക് CGPA ഉണ്ട്, CGPA ഇട്ട് കൊടുക്കാം. പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആ പെർസെൻറ്റേജ് അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റി റാങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണ് ഡോൺ നോ എന്നുള്ളത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്കത് അറിയില്ല എന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ അതർ ഡീറ്റെയിൽസിലേക്കാണ് പോയത്. ഇവിടെ റിട്ടൺ എക്സാമിനേഷൻ സെൻറ്റർ 3 ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് 3. കേരള നമ്മൾ കോഴിക്കോട് ആദ്യം കൊടുക്കുന്നു. then അടുത്ത കേരള നെക്സ്റ്റ് എറണാകുളം കൊടുക്കുന്നു. അടുത്ത കേരള നമ്മുടെ തിരുവനന്തപുരമാണുള്ളത്, തിരുവനന്തപുരം കൊടുക്കുന്നു. അങ്ങനെ 3 സെൻറ്ററുകൾ നമ്മൾ ചോയ്സ് ആയിട്ട് നമുക്ക് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഞാൻ പറഞ്ഞു എക്സാം ഫീ റീഫണ്ട് ഉണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. വലിയ ഒരു രീതിയിൽ ജസ്റ്റ് ഞാൻ സൂമാക്കി കാണിച്ചു തരാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അക്കൗണ്ട് നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, റീടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെയിം ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ, ആരുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് അടിച്ചാൽ അവരുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ആരുടെ അക്കൗണ്ട് വേണമെങ്കിലും കൊടുക്കുക, അതിലേക്കായിരിക്കും റീഫണ്ട് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ കേട്ടോ. ഇനി നെയിം ഓഫ് ദ ബാങ്ക്, ഏത് ബാങ്കിൻ്റെ പേരുണ്ടാവും, SBIയോ കാനറ ഏതായാലും അത് കൊടുക്കാം. നെയിം ഓഫ് ദ ബ്രാഞ്ച്, നമ്മുടെ ബാങ്കിന് ഒരു ബ്രാഞ്ച് നെയിം ഉണ്ടാവും, അതൊക്കെ നമ്മുടെ പാസ്ബുക്കിലുണ്ടാവും. പിന്നെ IFSC കോഡ് നിങ്ങളുടെ പാസ്ബുക്കിലുണ്ടാവില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതേഴ്സിനാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെലവൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ NA എന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററിൽ NA എന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ എത്ര മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ബില്ലിംഗ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 മന്ത് 3 മന്ത്സാണ് ടോട്ടൽ നമുക്ക് ഇതിൽ 2 മന്ത് 2 മന്ത്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ കൊടുക്കാവുന്നതാണ് ബെറ്റർ കേട്ടോ. ഇനി 1 മന്ത് എന്ന് വേണമെങ്കിലും കൊടുക്കാം, കാരണം നമുക്കൊരു ജോലിയാണല്ലോ ആവശ്യം. ഓക്കെ,
ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യെസ് എന്ന് കൊടുക്കണം. ഇനി ഇംഗ്ലീഷിൽ തന്നെയാണ് നമുക്ക് എക്സാം വേണ്ടത് വെച്ചാൽ നമ്മളവിടെ നോ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഹിന്ദിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയം എന്നുള്ളത് ഹിന്ദി വേണമെങ്കിൽ നമ്മളിവിടെ യെസ് എന്ന് കൊടുത്താൽ മതി. നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കുക നമ്മൾ. ഓക്കെ, അതിന് ഡിക്ലറേഷനാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. പിന്നെ ഒരു കാര്യമാണ് ഇവിടെ ടോട്ടൽ എക്സ്പീരിയൻസ് മാൻഡറ്ററി ഫീൽഡാണ്. ഇവിടെ സ്റ്റാർ കാണാൻ നിങ്ങൾക്ക് മാൻഡറ്ററി ഫീൽഡാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ 0 എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഫ്രഷറാണല്ലോ നമ്മൾ, ഇവിടെ 0 കൊടുക്കാം. 0 ഇയർ 0 മന്ത് ആണെങ്കിൽ കേട്ടോ. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അതിനനുസരിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രിവ്യൂ ഉള്ള ഓപ്ഷൻസ് വരും. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവ്യൂ എന്നുള്ളത്. നമ്മൾ വേഗം ടൈമില്ലാതെ ജസ്റ്റ് നോക്കി അങ്ങോട്ട് എന്ത് ചെയ്ത് കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അവിടെ ഗോ ബാക്ക് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് കൺഫേം ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുത്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് അതിൻ്റെ പ്രിവ്യൂ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ ഇതിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. കൺഫേം ആൻഡ് സബ്മിറ്റ് എന്നുള്ള കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനത് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം പാടെ നമ്മൾ ചെയ്യാനുണ്ട്. വീണ്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലേക്ക് വന്നാൽ ആപ്ലിക്കേഷൻ ഫോം ഒന്നും പാടെ ഓപ്പൺ ആക്കുക നമ്മൾ. ഓക്കെ, നിങ്ങൾക്ക് ഇത് പിന്നീട് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഇനി നിങ്ങൾ ഒരു കാര്യം പാടെ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ അപേക്ഷയൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരാണ് ചെയ്യേണ്ടത്, അല്ലാത്തവരല്ല. അവിടെ വെരിഫൈ OTP എന്നുള്ള ബട്ടൺ കാണാം, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ ഇവിടെ കാണാൻ നിൽക്കും. പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന കോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് പ്രിവ്യൂലും കാണിക്കാം. നമ്മുടെ പ്രിവ്യൂയുടെ ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടാവും. ഈ മൊബൈലിലാണ്, ഈ നമ്പറിലേക്കാണ് OTP വരും. ഓക്കെ, ആ OTPക്ക് 72 മണിക്കൂറാണ് കേട്ടോ അതിൻ്റെ വാലിഡിറ്റി അവർ പറയുന്നത്. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, OTPക്ക് 72 മണിക്കൂറാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് SMS അലേർട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ പിന്നീട് SMS അലേർട്ടായിട്ടും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അത് വെരിഫൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS OTP ആയിട്ട് ലഭിക്കും. അതാണ് നിങ്ങളുടെ പോസ്റ്റ് സെലക്ട് ചെയ്യണം നിങ്ങൾ ആദ്യം. ഓക്കെ, ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുന്ന ഒരു കോളം വരും. അത് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടത് നിങ്ങളത് വെരിഫൈ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് SMS ആയിട്ട് പിന്നീട് അതിൻ്റെ മറ്റു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന SMS ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എത്രയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് പറയാനുള്ളത്. പിന്നെ SC ST OBC ഇങ്ങനെയുള്ള EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. അതായത് നിങ്ങൾ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ വേണ്ട, അതല്ല നിങ്ങൾ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്, നിങ്ങളുടെ അതായത് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് വാലിഡ് ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.